ചെറിയ മഴയിലും കുമളി അതിർത്തി ചെക്ക് പോസ്റ്റിൽ വെള്ളക്കെട്ട്. ഇതോടെ യാത്രക്കാർ ഏറെ ദുരിതത്തിൽ. തമിഴ്നാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളക്കെട്ടാണ് യാത്രക്കാരെ വലയ്ക്കുന്നത്. ദിണ്ടിഗൽ കൊട്ടാരക്കര ദേശീയപാതയിലാണ് ഇത്തരത്തിൽ ചെറിയ മഴയിലും മലിനജലം കെട്ടിക്കിടക്കുന്നത്. കേരള തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കുമളി പോലീസ് സ്റ്റേഷന്റെയും അതിർത്തിയിലെ ചെക്ക് പോസ്റ്റിന്റെയും മുന്നിലാണ് ഈ വെള്ളക്കെട്ട്. തമിഴ്നാട്ടിൽ എത്തുന്ന ബസ്സുകൾ അതിർത്തിക്കപ്പുറം ദേശീയപാതയോരത്ത് തന്നെയാണ് പാർക്ക് ചെയ്യുന്നത്. ഇവിടുത്തെ ശുചിമുറി സംവിധാനവും റോഡരികിലാണ്. റോഡിന്റെ ചെരുവ് കുമളി ടൗൺ ഭാഗത്തേക്കായതിനാൽ ചെറിയ മഴ പെയ്താൽ പോലും ഈ ശുചിമുറിയിൽ നിന്ന് മലിനജലം റോഡിലൂടെ ഒഴുകി ചെക്ക് പോസ്റ്റ് ഭാഗത്തേക്ക് എത്തും. ദിവസവും ആയിരക്കണക്കിന് ആളുകൾ തമിഴ്നാട് അതിർത്തിയിൽ ബസ് ഇറങ്ങി ഈ മലിനജലം ചവിട്ടി വേണം കേരളത്തിലേക്ക് പ്രവേശിക്കാൻ. കുമളിയിലേക്ക് എത്തുന്ന സ്വദേശികളും വിദേശികളുമായ സഞ്ചാരികളുടെ സ്ഥിതി വ്യത്യസ്തമല്ല. നമ്മുടെ അതിർത്തി ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിരവധി ചെക്കിങ്ങുകൾക്ക് വാഹനം അവിടെ പരിശോധനയ്ക്കിടുകയും ആ പരിശോധനാ സമയത്ത് ആളുകളെ മൊത്തം വെളിയിലിറക്കുന്നതും ഒക്കെ ഇവർ ഈ മാലിന്യജലത്തിലാണ് നിൽക്കുന്നതും അതുപോലെ തന്നെ ഇവിടുന്ന് കയറി പോകുന്നു. ഒരു ടൂറിസം കേന്ദ്രം എന്ന നിലയിൽ നമുക്ക് വളരെ അപമാനമുണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ് ഈ മലിനജലം ഇവിടെ ഒഴുകി കിടക്കുന്നത്. അത് കാലങ്ങളായി അധികൃതർ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ പോലും ഇതുവരെയും അതിനൊരു പരിഹാരമുണ്ടാക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഒരിക്കൽ നമ്മൾ പരാതി കൊടുത്തതാണ്. അന്ന് ജില്ലാ കളക്ടർ ഇടപെട്ട്, 2 ജില്ലകളുടെ ജില്ലാ കളക്ടർ ഇടപെട്ട് അവിടെ ഒരു ചാലുണ്ടാക്കി ആ ഒഴുക്കുവെള്ളം ആ മലിനജലം അങ്ങോട്ട് മാറ്റിവിടുമെന്നൊക്കെ പറഞ്ഞതല്ലാതെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിനൊരു യാതൊരു പരിഹാരവുമില്ല. വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ദേശീയപാത അധികാരികൾക്ക് പരാതി നൽകിയെങ്കിലും ഈ വെള്ളക്കെട്ട് ഇല്ലാതാക്കാനുള്ള ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. യാത്രക്കാർക്ക് മാത്രമല്ല, ചെക്ക് പോസ്റ്റിൽ ഡ്യൂട്ടിയിലുള്ള ജീവനക്കാർക്കും ഇത് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. ഇടുക്കി വിഷൻ, കുമളി.